Hello. Let y is equal to y of x be the solution of the differential equation dy by dx plus 3 tan square x into y plus 3y is equal to sec square x. y of 0 തന്നിട്ടുണ്ട്. Then y of pi by 4 is equal to. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കിയേ, dy by dx പ്ലസ്, ഇവിടെ ഞാനൊരു 3y കോമൺ എടുക്കാം. 3y ഇൻറ്റു 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ്. dy by dx പ്ലസ് 3y ഇൻറ്റു 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ എക്സ് ആണ്. സീക്ക് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എഴുതാം. ഈസ് ഈക്വൽ ടു ഇ റേസ്ഡ് ടു ഇൻ്റഗ്രൽ 3 സീക്ക് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു ഇ പവർ 3 ടാൻ എക്സ്. ഓക്കെ അല്ലേ? നമുക്കിവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് y ഓഫ് പൈ ബൈ 4 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് എന്ത് ചെയ്യണം? y ഓഫ് എക്സ് കണ്ടുപിടിക്കണം. y ഈക്വൽ ടു എന്നും പറഞ്ഞ് നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് ഈ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറിനെ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നോക്കിയേ, ഇ പവർ 3 ടാൻ എക്സ് ഇൻറ്റു dy by dx പ്ലസ് ഇ പവർ 3 ടാൻ എക്സ് ഇൻറ്റു 3 സീക്ക് സ്ക്വയർ എക്സ് ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ഇ പവർ 3 ടാൻ എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ്. ഓക്കെ ആണല്ലോ? ഇവിടെ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് നോക്കിയേ, ഇതിനെ നമുക്ക് dy by dx ഓഫ് y ഇൻറ്റു ഇ പവർ 3 ടാൻ എക്സ് എന്ന് എഴുതാൻ പറ്റും. ഈക്വൽ ടു ഇ പവർ 3 ടാൻ എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ്. ഓക്കെ ആണല്ലോ? ഒന്ന് ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാകും. ഇനി നമുക്ക് ഇവിടെ നമുക്കൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം അല്ലേ? ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നമുക്കൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് y ഇൻറ്റു ഇ പവർ 3 ടാൻ എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ പവർ 3 ടാൻ എക്സ് സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് പ്ലസ് സി. ഓക്കെ, ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യാം. യു ഈസ് ഈക്വൽ ടു 3 ടാൻ എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഡി യു എന്ത് വരും? ഡി യുവിനെ നമുക്ക് 3 സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ഇവിടെ നമുക്ക് സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് മതി. സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി യു ബൈ 3 ആണ്. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് നോക്കിയേ, ഈ ഇൻ്റഗ്രൽ 3 ടാൻ എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് പ്ലസ് സി എ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഇ പവർ യു ഡി യു ബൈ 3 പ്ലസ് സി എന്ന് എഴുതാം. ഈക്വൽ ടു എന്ത് വരും? 1/3 ഇ പവർ യു പ്ലസ് സി എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് നോക്കിയേ, y ഇൻറ്റു ഇ പവർ 3 ടാൻ എക്സ് ഈസ് ഈക്വൽ ടു 1/3 ഇ പവർ യു എന്താണ്? യു എന്ന് പറയുന്നത് 3 ടാൻ എക്സ് ആണ്. 3 ടാൻ എക്സ് പ്ലസ് സി എന്ന് വരും. ഓക്കെ ആണല്ലോ?
അപ്പോൾ നമുക്കിനി ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും e⁻³ tan x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് y ഈസ് ഈക്വൽ ടു 1/3 പ്ലസ് c ഇൻറ്റു e⁻³ tan x എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പം നമുക്കിവിടെ y ഈസ് ഈക്വൽ ടു എന്നും പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് y(0) തന്നിട്ടുണ്ടല്ലോ, y(0) തന്നിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ എക്സിന് എന്ത് ചെയ്യാം, 0 കൊടുക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് x ഈസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് y എന്ത് കിട്ടും, y ഈസ് ഈക്വൽ ടു 1/3 പ്ലസ് c ഇൻറ്റു e⁻³ tan 0 എന്ന് വരും. -3 tan 0. tan 0 എന്താണ്, 0 അല്ലേ. അപ്പോൾ ഇവിടെ e⁻0 എന്ന് വരും. ഈക്വൽ ടു നമുക്കിതിനെ 1/3 പ്ലസ് c എന്ന് എഴുതാം. ഓക്കെ അല്ലേ. 1/3 പ്ലസ് c എന്ന് എഴുതാം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് y(0) എന്താണ്, 1/3 പ്ലസ് e⁻³ ആണ്. ഓക്കെ, അപ്പോൾ y(0) എന്നാണ് 1/3 പ്ലസ് e⁻³ ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി, 1/3 പ്ലസ് c എന്ന് കിട്ടി. ഓക്കെ അല്ലേ. 1/3 ക്യാൻസൽ ചെയ്യുക. ഇവിടെ നമുക്ക് മനസ്സിലാകും c ഈസ് ഈക്വൽ ടു e⁻³ c ഈസ് ഈക്വൽ ടു e⁻³ ആണ്. അങ്ങനെ നമുക്ക് എന്താണ് നമുക്ക് വേണ്ടത് നോക്കിയാൽ, നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ കണ്ടുപിടിക്കാനുള്ളത്, y(π/4) ആണ്. y(π/4) ആണ് എന്ന് വെച്ചാൽ നമ്മൾ എക്സിന് എന്ത് കൊടുക്കണം, എക്സിന് π/4 കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അപ്പോൾ നമുക്ക് y ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, 1/3 പ്ലസ് ഇവിടെ നോക്കിയാൽ y ഈസ് ഈക്വൽ ടു 1/3 പ്ലസ് c ഇൻറ്റു e⁻³ tan x ആണ്. സിക്ക് നമുക്ക് എന്ത് കിട്ടി, e⁻³ എന്ന് കിട്ടി. e⁻³ ഇൻറ്റു e⁻³ tan x അല്ലേ, ഈസ് ഈക്വൽ ടു 1/3 പ്ലസ് e⁻³ ഇൻറ്റു 1 - tan x എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. y ഓഫ് എക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, y ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1/3 പ്ലസ് e⁻³ ഇൻറ്റു മൈനസ് y ഓഫ് എക്സ് ഈക്വൽ ടു 1/3 പ്ലസ് e⁻³ ഇൻറ്റു 1 - tan x എന്ന് എഴുതാം. നമുക്ക് വേണ്ട എന്താണ്, y ഓഫ് π/4 ആണ് കണ്ടുപിടിക്കേണ്ടത്. y ഓഫ് π/4 ഈസ് ഈക്വൽ ടു 1/3 പ്ലസ് e⁻³ ഇൻറ്റു 1 - tan π/4. tan π/4 എന്നാണ്, tan π/4 1 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, ഈക്വൽ ടു 1/3 പ്ലസ് e⁻³ ഇൻറ്റു 0 ഈസ് ഈക്വൽ ടു 1/3 പ്ലസ് e⁻0 ഈക്വൽ ടു 1/3 പ്ലസ് e⁻0. എനി നമ്പർ റൈസ്ഡ് ടു 0 എന്താണ്, 1 ആണ്. അപ്പോൾ e⁻0 എന്ന് പറഞ്ഞാൽ 1 വരും. ഈക്വൽ ടു 1/3 പ്ലസ് 1 എന്ത് വരും, 1 പ്ലസ് 3/3 ഈസ് ഈക്വൽ ടു 4/3. 4/3 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ അല്ലേ. കുറച്ചെന്നാണ് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷനൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടി ലെങ്തി ആയിട്ട് വന്നതെങ്കിലും ക്വസ്റ്റ്യൻ എന്താണ്, അത്യാവശ്യം മനസ്സിലാക്കിയെടുക്കാവുന്ന ടൈപ്പ് സിമ്പിളൊരു ക്വസ്റ്റ്യൻ ആണ്, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ആൻസർ 4/3.